ആ പറയുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റിജക്ഷൻസ് ഏറ്റുവാങ്ങേണ്ട വരുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അങ്ങോട്ട് നമ്മുടെ കോൺഫിഡൻസിന് തന്നെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പേര് അങ്ങോട്ട് ചെല്ലാം. അവർ കുറച്ച് പേര് ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് അന്നേരം ഒരു ഡേറ്റ് ഒക്കെ എടുക്കുന്ന ഒരു തീരുമാനം ആയി. പിറ്റേന്ന് തന്നെ നമുക്ക് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാം എല്ലാം ഓക്കെ പറഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ അവർക്ക് വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങളായി. ഇത് ഫുള്ളി നെഗറ്റീവായി. അപ്പോഴത്തേക്ക് നമ്മൾ ഫുള്ള് ഡൗൺ ആയി, എല്ലാവരും ഡൗൺ ആയി. കാരണം ഒരു വീട്ടുകാരൊക്കെ പിന്നെ മൊത്തത്തിൽ അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുട്ടികളെ വിളിച്ചിട്ട് വേണ്ട ഈ കേസ് വിട്ടാരെ, കാരണം വരാനുള്ള നന്ദി വരും. നമുക്ക് വരാം, നമുക്കുള്ള ആളാണെങ്കിൽ നമുക്കുള്ളതാണ് ഇല്ലേ പോട്ടെ വിട്ടാരെ, നമ്മൾ അങ്ങോട്ട് കയറി പോകുന്ന കാര്യമില്ല ഇങ്ങോട്ടാണെങ്കിലും. പിന്നെ കൂട്ടുകാരെയും ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, കൂട്ടുകാർ തന്നെ ഒരുപാട് റിസ്ക്, ഒരുപാട് ഒരുപാട് റിസ്ക് എടുത്തു. കൂട്ടുകാരിയായാലും കൂടെ ഇന്ന ചേച്ചി ആയാലും എല്ലാവരും എടുത്ത്. പിന്നെ ഇതാ 2 ദിവസം ആഹാരം പോലും കഴിക്കാതെ കിടന്നതൊക്കെ പിന്നെ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു. അപ്പോഴറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആഹാരം പോലും കഴിച്ചില്ല. കാരണം എല്ലാം അവർ ഓക്കെ പറഞ്ഞ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാം എന്ന് ഡേറ്റ് എടുത്തിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് 2 ദിവസം ആഹാരമൊന്നും കഴിക്കാതെ ഇത് മതി എന്നുള്ളൊരു ഇതിൽ പിന്നെ അവർ 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട്, കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കൂട്ടുകാർ പറഞ്ഞു എന്നെ വിളിക്കണ്ട, അതിനെ വിളിക്കണ്ട, കാരണം നിങ്ങൾ 2-3 വട്ടം പിന്മാറി, പിന്നെ എന്തോ എങ്ങനെ രീതി അന്നേരം എന്നെ വിളിക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതേ രീതി പറഞ്ഞു. നമ്മൾ എൻ്റെ അച്ഛനും അമ്മയുണ്ട്, അവരോടൊപ്പം നിങ്ങൾ ഡയറക്റ്റ് ഒരു വാക്കോട് വേണമെങ്കിൽ വേണം, ഇല്ലെങ്കിൽ ഇല്ല, ഒറ്റ വാക്ക്. വേണമെങ്കിൽ മുന്നോട്ടും, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ക്രോസ്. എനിക്ക് ഇപ്പോൾ നിങ്ങളെ നോക്കി എനിക്ക് ഇരിക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ എനിക്ക് അടുത്ത സെർച്ച്, കാരണം നമ്മൾ കുറേ നാളുകൊണ്ട് ഇതിനുവേണ്ടി നടക്കുകയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഒന്നല്ല നമ്മൾ അടുത്ത് നോക്കും. അന്നേരം പിന്നെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ഞങ്ങളുടെ മാറത്തില്ല, എൻ്റെ ഫൈനൽ തീരുമാനമാണ് അവരുടെ വീട്ടുകാർ. അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നേരം എല്ലാവരും പിന്നെ പറഞ്ഞ് ഒരുപാട് വൈകണ്ട, വെച്ചുകൊണ്ടിരിക്കണ്ട, വേഗം തന്നെ കല്യാണം നടത്താം. 1 മാസത്തിനടയ്ക്കാനാ 3-4 വട്ടം പിന്മാറി. പിന്നീട് വീട്ടിൽ അങ്ങനെ നമ്മൾ നമ്മുടെ റിലേറ്റീവിലായാലും പിന്നെ ഫ്രണ്ട്സായാലും എല്ലാം ഈ പറഞ്ഞ നാട് മുഴുവൻ കട്ടക്ക് കൂടെ കട്ടക്ക്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ നിന്ന് അറമാനയ്ക്കകത്ത് അലങ്കരിച്ച് എൻ്റെ നാട് മുഴുവൻ ഉത്സവമായിട്ട് ഘോഷാത്ര പോലെ മേളത്തോടു കൂടി എന്നെ ഇവിടെ കൊണ്ടുപോയി. നമ്മള് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴേക്കും ഒരുപാട് കമന്റ്സ്, അതായത് പോസിറ്റീവ് കമന്റ്സ് ആണ് കുറേയെങ്കിലും ചില നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും. അപ്പം അതായത് ഇപ്പൊ കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നൊന്ന് കാണട്ടെ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് അറിയില്ല ചേട്ടൻ കണ്ടിട്ടുണ്ടാവുന്നു. ഓൾമോസ്റ്റ് മിക്കതും ഞാൻ ആ 3 വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ MLA യുടെ, നമ്മുടെ കരുനാഗപ്പള്ളി MLA സിയർമൈ സാറിൻ്റെ ഒരു സാർ രാവിലെ ഇവിടെ വന്ന് അങ്ങനെ സാറിൻ്റെ ഒരു വീഡിയോ അതിനകത്ത്. പിന്നെ GCN ചാനൽ, അത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, പുള്ളിയാണ് ഫസ്റ്റിൽ 1.5 വർഷം മുമ്പ് എൻ്റെ ഒരു വീഡിയോ GCN ചാനലും ചങ്ങാതിക്കൂട്ടം ചാനലുമാണ് ഇത് മെയിനായിട്ട് എൻ്റെ ഇട്ടതാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു കമൻറ്റും ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു 3 വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ കണ്ടില്ലേലും എനിക്ക് വരുന്ന മെസ്സേജ് ഫോൺ കോൾ അതിൻ്റെ അഭിപ്രായങ്ങളാണ്. ഞാൻ എനിക്കറിയാം കമൻറ്റ് വരും, നെഗറ്റീവ് കമൻറ്റ് വരുന്നതിൻ്റെ കാരണമുണ്ട്. 1.5 വർഷം മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റാണ് വന്നത്. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ ഇത് വായിക്കുന്നവർക്ക് പോസിറ്റീവ് ഇടാൻ അന്നേരം ഒരു ധൈര്യം വരും. ഇപ്പം നെഗറ്റീവ് ഉണ്ടായാലേ അവിടെ ഒരു പോസിറ്റീവ് വരത്തുള്ളൂ. ഇപ്പം നെഗറ്റീവ് ഇല്ലെങ്കിൽ, പരാജയം ഇല്ലെങ്കിൽ വിജയം വരത്തില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? കാരണം ഇത് നിങ്ങൾ കല്യാണം കഴിച്ചേ ഉള്ളൂ, അതിന് മുമ്പേ തന്നെ കുട്ടികളുടെ കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളും വീട്ടുകാരുടെ കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് ആളുകൾ അവർക്കാണ് ടെൻഷൻ തോന്നുന്നു. ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയുന്നത്? അല്ല, അത് നമ്മള് മനുഷ്യരല്ലേ, അതിപ്പോൾ അങ്ങനെ നമ്മൾ ആരെയും ഒരു വേർതിരിച്ച് കണ്ട. അപ്പം ഒരു പക്ഷേ എൻ്റെ ഇപ്പം ഈ ഒരു കല്യാണമാണോ, ചിലപ്പോൾ നാളെ ഒരു കുട്ടി ഉണ്ടാകും, അല്ലെങ്കിൽ അതിപ്പോൾ സ്വാഭാവികമാണ്. ഇപ്പം നോർമലി കല്യാണം കഴിക്കുന്നവർക്ക് ഉണ്ടാവുന്നില്ല, മനസ്സിലായോ പറഞ്ഞത്? നോർമലി അതിപ്പോൾ ദൈവനിശ്ചയമാണ്, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതിപ്പോൾ പറയുന്നവർക്ക് അത് ശരി, അവർ പറഞ്ഞോട്ടെ, നമ്മൾ ഉൾക്കൊള്ളായിരുന്ന പോലെ നമ്മളത് വായിക്കുന്നു, അതൊരു തമാശയായിട്ട് എടുക്കുന്നു. പോസിറ്റീവിന് നമ്മൾ ലൈക്ക് അടിക്കുന്നു, അല്ല അതിൻ്റെ കമൻറ്റ് തിരിച്ച് റീപ്ലൈ കൊടുക്കുന്നു. മറ്റേ നെഗറ്റീവിന് നമ്മൾ 90 ചേർത്താൽ പോരെ. ഇപ്പം ഒരു വീട്ടിലിപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ പോലും 4 അഭിപ്രായം വരും. 3 പോസിറ്റീവ് വന്നൊരു നെഗറ്റീവ് വരും. അതിലെല്ലാം കണക്ക് കൂട്ടുക. അല്ല, നമ്മൾ നെഗറ്റീവ് ഇല്ലെങ്കിൽ, നെഗറ്റീവ് ഉണ്ടായാലേ പോസിറ്റീവ് വരത്തുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഒരു ഭർത്താവും ഭാര്യയായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് എങ്ങനെയുണ്ട്? അതിനകത്ത് അങ്ങനെ ഒരു ഭർത്താവ് ഭാര്യ എനിക്ക് നമ്മുടെ തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അങ്ങനൊന്നും ഇല്ല. ഭർത്താവ് ഭാര്യ അങ്ങനൊരു
അപ്പം നമുക്ക് ഭർത്താവ് ഭാര്യയായിട്ടല്ലല്ലോ, ഒരു ഫ്രണ്ട്ലി, ഒരു കൂട്ട്, ഒരു ജീവിത പങ്കാളി എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു ഒരു അങ്ങനെ. അപ്പം ഞാനൊക്കെ നോക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഭാര്യയ്ക്ക് ഭാര്യ അങ്ങനൊന്നുമല്ല. കളിതമാശകളാവാം, പിന്നെ എന്താ പറയുക, ഒരു ഫ്രണ്ട്സ് ആവാം, എല്ലാം കൂടെ ഒത്തുചേർന്നല്ലേ അതിനൊരു ഒരു രസമുണ്ടാകും. പിന്നെ അല്ലാതെ ഭാര്യ പണ്ടത്തെ രീതിയിലാണ് ഭാര്യ തന്നെ. അപ്പം എല്ലാം ഒരേ മൈൻഡ്. കാരണം ഞാൻ എല്ലാവരോടും സഹകരിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഹോസ്പിറ്റലിലായാലും പിന്നെ ഈ പുറത്തായാലും ഈ നമ്മുടെ നമ്മുടെ കൂട്ടുകാർ എല്ലായിടും നമ്മൾ ഒരേ രീതിയിൽ സഹകരിക്കുമ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം. നമ്മൾ ആരോടും ഒരു വേർതിരിവ് കാണിക്കാതെ തന്നെ നമ്മൾ എല്ലാവരും പിന്നെ ഒരുപാട് നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ എല്ലാരും ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ഒറ്റപ്പെടലോ കാര്യങ്ങളോ ചേട്ടന് ഫീൽ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അറിയാൻ പറ്റുന്നു. സംസാരിക്കുമ്പോ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫീലൊന്നും അടിച്ചിട്ടില്ല. ഞാനെല്ലാം ഒട്ടുമിക്ക മേഖലയിൽ എല്ലാവരുടെയും കൂടെ ഒക്കെ ചെറിയ കൊച്ചു കുട്ടി തൊട്ട് വലിയവർ വരെ ഞാൻ എല്ലാ രീതിയിലും ഒരേപോലെ എല്ലാവരോടും സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യും. കാരണം നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിനെ കാട്ടി വലുത് വേറൊന്നുമില്ല. ചേച്ചിയിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണ് ചേട്ടന് പെട്ടെന്ന് തോന്നുന്നത്? ഇല്ല, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നോക്കാൻ കാണിക്കുന്ന ഒരു മനസ്സാണ് ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലേ? പല സൗന്ദര്യമോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല. ഞാനവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചത് ഈ കാര്യം തന്നെയാണ്. അപ്പം നിങ്ങളിൽ എന്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പണം, സൗന്ദര്യം, വിദ്യാഭ്യാസം ഒന്നുമല്ല. ഈ ഇരിക്കുന്ന എൻ്റെ കൂടെ നിന്ന് എന്നെ കെയർ ചെയ്യാനൊരു മനസ്സുണ്ടോ, ആ മനസ്സിലാണ് സൗന്ദര്യം. അതിപ്പം ഈ നാളെ ഇത് കാണുന്ന അപ്പം പറയുമ്പോഴേ എന്നെപ്പോലുള്ള ഒരുപാട് വ്യക്തികൾ ഒരു റൂമിനകത്ത് തന്നെ ഒരു റൂമിൽ തന്നെ ഒരു ലോകമായിട്ട് കഴിയുന്നവരുണ്ട്. അവരുടെ വീട്ടുകാർക്ക് തന്നെ ഒരു പുറത്തിറക്കാത്തവരും ഉണ്ട്. അതായത് ഇങ്ങനൊരു ആള് അവരുടെ വീട്ടിലുണ്ടെന്ന് പറയാൻ പോലും മടി കാണിക്കുന്ന വീട്ടുകാരുള്ള ഉണ്ട്. എനിക്കറിയാം. കല്യാണത്തിന് കൊണ്ടുപോകാൻ പോലും മടിക്കുന്ന, അതിനുള്ള പുറത്തോട്ടിറക്കാൻ പോലും മടിക്കുന്ന ഒരുപാട് പേരുണ്ട്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. കാരണം എൻ്റെ അറിവിൽ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അന്നേരം നമുക്ക് കിട്ടുന്നവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നാളെ ഇപ്പം ഈ പറയുന്ന അച്ഛനും അമ്മയും എന്നും കാണത്തില്ല. അപ്പം അവർ ഒറ്റപ്പെട്ടു അവരുടെ വീട്ടിൽ ഒരു റൂമിനകത്തുള്ള അവരുടെ മൊബൈലും ഉണ്ടെങ്കിൽ അവർക്കൊരു ലോകമാണ് ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ. അന്നേരം അങ്ങനെ ആക്കാതെ അവരെ സമൂഹത്തിൽ ഇറക്കി, ചിലപ്പം ഈ സോഷ്യൽ മീഡിയ വരെ ചിലപ്പോൾ ഒരു വീഡിയോ മതിയായി ചിലപ്പോൾ അവർക്കൊരു ലൈഫ് കിട്ടാൻ. അതാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. വീഡിയോസ് വൈറലാവുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ചില പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന്, പ്രത്യേകിച്ച് കാരണം എന്നെ അറിയാത്തൊരാരുമില്ല അവിടെ. ഞാൻ ക്ഷണിക്കാത്തവരാണ് അവിടെ ഏറ്റവും കൂടുതൽ കല്യാണത്തിന് വന്നിരിക്കുന്നത്. ഇത് കല്യാണം കാണണമെന്ന് ആഗ്രഹിച്ചു കേരളം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനപ്പുറം അറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഏറ്റവും കൂടുതൽ എൻ്റെ റിലേറ്റീവ് ആയാലും ഏറ്റവും അടുത്ത ഫ്രണ്ട്സുകളായപ്പോലും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നവരായപ്പോലും അവർക്ക് പോലും ഇത് കാണാൻ ഉള്ളൊരു ഒരവസരം കിട്ടിയില്ല. അവിടെ വന്ന ഭക്തജനങ്ങളായാലും അവിടുത്തെ ആൾക്കാരായാലും ഇത് പ്രതീക്ഷിക്കാതെ വന്നവരും ആണ് ഈ കല്യാണം നേരിട്ട് കണ്ടത്. അത്രയ്ക്കും നല്ല ജനത്തിരക്ക്. അത് മഹാദേവൻ്റെ ഒരൊറ്റ ഇത് തന്നെ നല്ലൊരു എനിക്കൊരു, കാരണം നമ്മളെപ്പോഴോ ആഗ്രഹിച്ചൊരു സംഭവം അത് ആ മണ്ണിൽ തന്നെ നടത്തി തന്നല്ലേ. ഞാൻ ചേച്ചീനോട് കൂടി ചോദിക്കട്ടെ, ഈ ചോദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പോണേ. ചേട്ടനെ കണ്ടിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയാ അത്? ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരുന്നത് ചേച്ചി ഇങ്ങനെ അധികം ഒന്നും സംസാരിക്കാത്തൊരു കൂട്ടത്തിലായതുകൊണ്ട്. അങ്ങനെ നമ്മൾ ചോദിക്കുന്നതിന്റെ മറുപടി വേണം. ഇപ്പൊ ഇവിടെ ആയാലും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കും. അത്യാവശ്യം എല്ലാ ജോലിയൊക്കെ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാം ഓടി നടന്ന് എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ എവിടെയെങ്കിലും യാത്രകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പ്ലാനുണ്ട്, പക്ഷേ നമുക്ക് ലീവ് അങ്ങനെ കിട്ടത്തില്ല. ഇപ്പൊ തന്നെ എനിക്ക് 5 ദിവസം ലീവാണ് കിട്ടിയത്. ഇന്ന് ഞാൻ പോയി ജോയിൻ ചെയ്തു. അതാ നിങ്ങൾ വിളിച്ചപ്പോഴും ഞാൻ ഇന്ന് വൈകിട്ട് വരാൻ പറഞ്ഞതാ. കാരണം ഇന്നലെയൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു, പക്ഷെ ഇന്നലെ ഞാനിവിടെ ഇല്ലായിരുന്നു. അതാ പ്ലാനുണ്ട്. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം യാത്രകളാണ്. ഞാൻ കേരളം വിട്ടൊക്കെ പോകുന്ന വ്യക്തിയാ. അന്നേരം പിന്നെ എനിക്ക് രണ്ടുപേർക്കും കൂടി പോവാലോ അല്ലേ? അതൊക്കെ പോവാൻ സമയമുണ്ട്. എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഇവിടെ കൊണ്ടുപോകണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
അങ്ങനെ ഒരു ആഗ്രഹവും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? ആഗ്രഹം മനസ്സിലാക്കി ചെയ്യാന്ന്. ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു ആഗ്രഹം വല്ലതും ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞില്ല, ഒരാഗ്രഹവും ഇല്ല. ഒരാഗ്രഹം പറഞ്ഞു, അവരുടെ അടുത്തൊരു അമ്പലത്തിൽ പോകണം. ഒരാഗ്രഹമേ ഞാൻ എന്റെ പറഞ്ഞു. കൂടെ വരണം. അവരുടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഒരു നേർച്ചയുണ്ട്, അത് എന്റെ കൂടെ നിന്ന് വരണം. ഞാൻ പറഞ്ഞു വരാം. ആഗ്രഹം ഉണ്ടെന്നപ്പോ ഞാൻ വിചാരിച്ച വേറെ എവിടെയെല്ലാം പോലെ എന്തെങ്കിലും ആയിരിക്കും. അത് നമുക്ക് 1 മണിക്കൂറത്തെ കാര്യമല്ലേ. അതൊക്കെ ഞാൻ വരുന്നു, അതൊക്കെ ഞാൻ വരുന്നൊക്കെ. ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും ഇവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമില്ല, എന്നാലും ഉണ്ട്. എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഒരു നേർച്ചയുണ്ട്, അത് അണ്ണൻ്റെ കൂടെ വരണം. അമ്പലത്തിൽ എന്താ വരാം. ഞാൻ വിചാരിച്ചോണ്ട് സന്തോഷല്ലേ അല്ലേ? നമ്മുടെ മനസ്സിൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ പൂനായ്ക്ക്, മധ്യപ്രദേശ്, അങ്ങനെ ഇതെല്ലാം ഞാൻ പോയിട്ടുള്ളതാണ്. എൻ്റെ റിലേറ്റീവ് മൊത്തം അവിടെ, അവിടെല്ലാം കല്യാണത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് പോകാനാണ് അവിടെ എല്ലാം പോവാം. ഇനിയിപ്പോ തുടങ്ങാൻ പോവാണല്ലേ യാത്രകളൊക്കെ. ഞാനിവിടെ എല്ലാം പോയിട്ടുണ്ട്, എല്ലായിടം പോയിട്ടുണ്ട്. ഞാൻ 5 തവണ തന്നെ പൂനായ്ക്ക് പോയിട്ടുണ്ട്. എൻ്റെ മാമാർ ഇന്നലെയാണ് പോയത്. അവരാണ് വന്ന് എൻ്റെ കൂടെ നിന്ന് കല്യാണം എല്ലാം നടത്താനും എല്ലാം നമ്മുടെ കൂടെ നിന്നത്. എല്ലാവരും ഒരേപോലെ. പക്ഷെ ആരും ആ വീഡിയോക്കകത്ത് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ആരും ഒരു വേർതിരിച്ച് കാണാതെ എല്ലാവരും ഒരേ മനസ്സോടെ കൂടെ ഇല്ല. അതിന് ഭയങ്കര സന്തോഷം. ഒരുപാട് പേര്. ഇനിയും അങ്ങനെ ഹാപ്പി ആയിട്ട് പോട്ടെ, ലൈഫ് കടിച്ചു പൊളിച്ച് പോകാൻ പറ്റട്ടെ. ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. താങ്ക് യു. നന്ദി.